തമാശ പണ്ട് സാറ് തന്നെ പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരിക്കലും എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നില്ല, എന്നും ഒരുപോലെ എനിക്ക് ഒരിക്കലും അതൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. ഇതുപോലെ സാർ തന്നെ പറയാറുണ്ട്, പണ്ട് പൈസയൊക്കെ എടുത്ത് വയ്ക്കും, ചിലപ്പോൾ ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോകും. മുകേഷ് ചേട്ടനൊക്കെ സാർ തമാശ പറയാറുണ്ട്. ഒരു സൈഡിൽ സാറ് ഭയങ്കര ഒരു ശുദ്ധനാണ്, എല്ലാവരും വിശ്വസിക്കുന്നു എന്നൊരു കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പുറത്ത് സാറിന് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ലൈഫ് പ്ലാനിങ്ങിൽ മണി മാനേജ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ ഫാദറാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വലിയൊരു വീട് ചെന്നൈയിൽ കെട്ടിയത്. അതല്ല, പല ആളുകളും ഒരു വാല്യൂ ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, പഴയ മഹാകാലന്മാർ ഒന്നും ഉണ്ടാക്കാതെ തകർന്നു പോകുന്നത്. പക്ഷെ സാർ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സൗഹൃദത്തിന് വലിയ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന സിനിമകൾ, നമ്മുടെ സുഹൃത്തുക്കൾ അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാ വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ ഒരുങ്ങും. അന്നത്തെ കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ആൾക്കാർ അവർക്ക് പകുതി പൈസ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ചെക്ക് മടങ്ങും, അവരതിന് പ്രശ്നത്തിന് പോവാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ജീവിതത്തിൽ പിന്നെ കിട്ടുന്ന ചെറിയ പൈസയായിരിക്കും. അപ്പോൾ പക്ഷെ സിനിമ ഞാൻ പറഞ്ഞു 90s ശേഷമാണ് ഇതെല്ലാം മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. റെമുനറേഷൻ മാറി, എല്ലാം മാറി. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവർ സേഫാണ്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സമയത്തും പൈസ കിട്ടിയിരുന്നു. അല്ല, നമുക്ക് ചെറിയ പൈസ എന്ന് പറയാൻ പറ്റില്ല, അന്നത്തെ കിട്ടുന്ന വലിയ പൈസയാണ്. പക്ഷെ എന്നാലും ഞാനിവിടെ കേട്ടിട്ടുണ്ട്, അന്ന് കിട്ടുന്ന സാറിന് റെമ്യൂണറേഷന് മദ്രാസിൽ ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ അന്ന് അത്രേ ഉള്ളൂ. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ അന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് സഹായിക്കും. ബിക്കോസ് അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. അത് തിരിച്ച് കിട്ടുമോ കിട്ടില്ലോ അതൊന്നും നമ്മൾ നോക്കാറില്ല. എന്നാലും നമ്മളന്ന് ഇത്രയും സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറിക്ക് ഇപ്പോൾ ചെയ്ത സിനിമകളിലെല്ലാം പുതിയ ആളുകൾ അല്ലെങ്കിൽ യുവതാരങ്ങളെ വെച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ പണ്ട് സുരേഷ് ഗോപി വെച്ച് പ്ലാൻ ചെയ്തിരുന്നു, ഇന്നും നമുക്ക് ലാലേട്ടനായിട്ടൊരു സൗഹൃദമുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ക്യാൻവാസിലൊരു സിനിമ ഇപ്പോഴും ആലോചിക്കുന്നു. സിനിമയ്ക്ക് ശേഷം ഇതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതിന് ശേഷം ആലോചിക്കും. കാരണം എനിക്കൊണ്ട് ലാലേട്ടനായിട്ട് നല്ല ബന്ധമാണ്, നിങ്ങൾ ഒരുമിച്ച് കാസിനോയും ഇവിടെ സ്വർഗമാണൊക്കെ നല്ല ബന്ധമാണ്. പക്ഷെ അതുമാതിരി ഒരു സബ്ജക്റ്റ് കിട്ടണം, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഇപ്പം ഞാൻ എറിക്കിലിപ്പോൾ ഞാനൊരു പുതിയ ആൾക്കാരെ വെച്ച് പോകാൻ കാരണം പുതിയല്ല, ഹേമന്ത് മേനോനുണ്ട്, പ്രവീണുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കഥ അങ്ങനെയാണ് കൂടുതലും. കഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവരാണ് ഇപ്പം ഞാൻ 1-2 ഇവിടെയുള്ള ഹീറോയിൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്തു. അവരുടെ ഡേറ്റുകളുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റുകളിൽ വിസ പ്രോസസ്സിങ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ചും കൂടിയും ഈ സിനിമയ്ക്ക് എൻ്റെ ഉള്ളിൽ തോന്നി, ഇതിന് പുറത്ത് തമിഴ്, തെലുങ്ക്, ഹിന്ദി അവരൊക്കെ ഇതിന് സാധ്യതകളുണ്ട്, ഹൊറർ ജോണർ ആയതുകൊണ്ട്, പിന്നെ ലണ്ടൻ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഹീറോയിനെ കാസ്റ്റ് ചെയ്ത്. പിന്നെ ഒരു പ്രേതമാണ്. അപ്പോൾ പ്രേതം നമ്മൾ വിഷ്വലി ഇങ്ങനെ വരുന്നൊരു സാധനം. ഇതാണ് 2 മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് ഇവരൊക്കെ കാസ്റ്റ് ചെയ്തു. പക്ഷേ ഈ പറയുന്ന ഈ ലാലേട്ടൻ മമ്മൂക്കയെ വെച്ചിട്ടൊക്കെ ഇപ്പോഴും ഒരാഗ്രഹം ഉണ്ടല്ലോ അവരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആർക്കും ആഗ്രഹമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് രസകരങ്ങളിൽ അന്ന് ഇവർ സുഹൃത്തുക്കളെ ഇവരുടെയൊക്കെ മക്കളെ ഇപ്പം ജനറേഷൻ ഫാസിൽ സാറിന്റെ മകൻ ഫഹദ് ഉൾപ്പെടെയുള്ള ഒരു കീർത്തി സുരേഷ്, പ്രോപ്പർ സബ്ജക്റ്റും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എറിക്ക് നമുക്ക് ഇപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു സാറിന് ഇതുവരെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്താണ് ഓഡിയൻസിനോട് ശങ്കർ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എവർഗ്രീൻ സ്റ്റാറിൻ്റെ അടുത്തുനിന്ന് എറിക്ക് അതല്ല ഞാൻ പറയുന്ന, എറിക്ക് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ബിക്കോസ് ഇത് കുറച്ചും കൂടി വൈറ്റ് ക്യാൻവാസിൽ വരുന്നൊരു സിനിമയായതുകൊണ്ട് തിയേറ്ററിലായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതൽ വരുന്നത്. തിയേറ്ററിൽ പോയി കാണുക. ബിക്കോസ് നിങ്ങളെമാതിരി ഫാൻസ് അല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുമ്പോഴാണ് നമുക്കെല്ലാം അതിലൂടെ ഒരു പുതിയ ലൈഫ് ഉണ്ടാകുന്നതും. ഒരു സക്സസ് ആണല്ലോ ഏറ്റവും വലുത്. അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും വലിയൊരു സിനിമയും കൂടി എന്താ പറയുക, ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഇരിക്കില്ല, സിനിമയിൽ തന്നെ ഈ പറഞ്ഞ പോലെ നിലനിൽക്കും, സിനിമയിൽ തന്നെ സഞ്ചരിച്ചു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ്.